നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പില് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ലെസ് കോണ്ടാക്ട് ആണ് എന്നുണ്ടെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതായത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ ഇനിയും കാത്തിരിക്കണോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഈ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവും എന്നാണ് കാണിക്കുന്നത്. ഇപ്പം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആണ് എന്ന് കരുതി നിങ്ങൾ വേദനിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട സിറ്റുവേഷൻ ഇല്ല. മുന്നോട്ട് പോകുന്തോറും റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആയി വരും എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലൊരു ഹോപ്പ് വെക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കേട്ടോ. സിക്സ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു ഈക്വൽ ഗുവാൻടേക്ക് ഈ റിലേഷനിൽ മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത്. ഇപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രം, അതായത് ഈ റിലേഷനിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ വന്നത്, സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഈ റിലേഷനിൽ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഈക്വൽ ഗുവാൻടേക്ക് മുന്നോട്ട് വരാനുള്ള ചാൻസ് ആണ് കാണിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ ഒരു ബോണ്ടിങ്ങോട് കൂടി പോകുന്ന രീതിയിലോട്ടുള്ള മാറ്റങ്ങൾ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് കാണിക്കുന്നത് ഒരു ബാലൻസ് ആണ്. റിലേഷനിൽ ഒരു ബാലൻസ് വരും എന്നുള്ളതാണ്. ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരാളിൽ നിന്ന് മാത്രം എഫേർട്ട് ഉണ്ടാവുക, ഒരാള് ആ ഒരു എഫേർട്ട് കാണാതെ പോവുക, ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതില് മാറ്റം വരും. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടുന്ന, ഒരുപോലെ റിലേഷനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കണക്ഷനായിട്ട് ഇത് മാറും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വെറുതെ ആവില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹവും ഫീലിങ്സും അല്ലെങ്കിൽ ഈ റിലേഷനോടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം, അതെല്ലാം അവർക്ക് നന്നായിട്ടുള്ളതായിട്ട് തന്നെ കാണുന്നത്. അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതില് നിങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് നഷ്ടമായി, അല്ലെങ്കിൽ എനിക്ക് അത്രയും എന്റെ ടൈം പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കോണ്ടാക്ട് എന്തായാലും ഉണ്ടാവും. ഒരു കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ട് റിലേഷൻ കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തോടു കൂടി റിലേഷനിലോട്ട് തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത്. ആ ഒരു സ്നേഹം, ഫീലിങ്സ്, അത് അവര് ഒരുപാട് അവർക്കത് മറച്ചു പിടിക്കാനോ അത് അവർക്ക് അത്രയും സ്നേഹം ഇല്ലാന്ന് കാണിക്കാനോ അവർക്ക് പറ്റില്ല. അതൊക്കെ താൽക്കാലികം മാത്രമായിട്ട് അവർക്ക് അങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് എന്തായാലും അവരുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ത്രീ ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഇത്രയും ഒരു ഡിസ്റ്റൻസ് വരാൻ, നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരത്തിന്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരാനുള്ള റീസൺ ഒരു തേർഡ് പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത്. ആ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചുള്ളത് എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾ ഈ വെയിറ്റ് ചെയ്ത് നിന്നതിന് എന്തായാലും കാര്യം ഉണ്ടാവും. കാരണം അവര് ആയിരുന്നു ശരി എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. തേർഡ് പേഴ്സൺ ആണ് ഈ റിലേഷനെ നശിപ്പിച്ചത്. തേർഡ് പേഴ്സന്റെ എൻട്രി ആണ് ഈ റിലേഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നിങ്ങളുടെ ഭാഗത്തുള്ള
ഒരു ശരി എന്താണ്, നിങ്ങൾ എത്രമാത്രം ഓക്കെ ആയിരുന്നു, നിങ്ങൾ എത്രമാത്രം ശരിയായിരുന്നു എന്നുള്ളത് നിങ്ങളെ പേഴ്സൺ തിരിച്ചറിയും എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷൻ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്തുള്ള ശരി എന്താണ്, നിങ്ങൾ ഈ ഒരു റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാനും അങ്ങനെ ഈ റിലേഷനെ ഓക്കെ ആക്കി എടുക്കാനും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, അവരത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നിരാശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് റിലേഷനെ, ഇത്രമാത്രം ഞാൻ ഈ റിലേഷന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട്, അതായത് നിങ്ങൾ ഒരു സോൾഫുൾ ആയിട്ടാണ് ഈ റിലേഷനെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിരുന്നു എന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ് ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിന് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി, അല്ലെങ്കിൽ ഈ റിലേഷനിൽ തേർഡ് പേഴ്സൺ ആണ് പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയുന്നതിന് ഒരു യൂണിവേഴ്സ് ആയിട്ടൊരു കാരണമാവും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ റിലേഷൻ പഴയ പോലെ സ്ട്രെങ്തൻ ആയി വരികയും പഴയ ആ ഒരു ബോണ്ടിങ്ങിലോട്ട് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ല പ്രശ്നം എന്നുള്ളത് തേർഡ് പേഴ്സൺ ആണ് ഇതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആണ് ഈ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാക്കിയത് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത്രയും പെയിൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സ് തകർക്കുന്ന ഒരു റിയലൈസേഷൻ ആയിരിക്കും അത്. അവർക്കത് താങ്ങാൻ പോലും പറ്റില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇൻഡിസിസീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ഡിസിഷൻ ഉണ്ടാവാതെ പോയതാണ് ഈ റിലേഷൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ റിലേഷന് വേണ്ടി എടുത്തില്ല. അതാണ് ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് സോറി പറയുവാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇല്ലാത്തതിന്റെ, അല്ലെങ്കിൽ അതിന് അവരങ്ങനെ ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുക്കാതെ പോയതിന് നിങ്ങളോട് സോറി പറയുകയാണ് കേട്ടോ. ചേസർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് ഈ റിലേഷന് വേണ്ടി അവരെ ഒരു ചേസർ എനർജിയിലോട്ട് മാറുകയും ഈ റിലേഷൻ നല്ല രീതിയിൽ പഴയ ഒരു ബോണ്ടിങ്ങിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. സബോട്ടേജ് എന്നാണ് കാണിക്കുന്നത്. അവരിലെ നന്മകളൊക്കെ നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളില്ലാതെ ഇരിക്കുന്ന സമയത്ത് അവരുടെ നന്മയെല്ലാം പോയി, അല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്സ് ആണ് അവർക്ക് തോന്നുന്നത്. നിങ്ങളില്ലാത്തതിന്റെ ആ ഒരു മിസ്സിംഗ് എനർജി അവരിൽ ഭയങ്കരമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരി എന്താണ്, നിങ്ങൾ എത്രമാത്രം സത്യസന്ധമായിട്ടാണ് ഈ റിലേഷൻ നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും. അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഈ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നുള്ളത് അവര് തിരിച്ചറിയും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ റിലേഷനിൽ മുന്നോട്ട് നിങ്ങൾ റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ റിലേഷനെ കാണുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് അതിന്റെ സൈൻസ് കാണിച്ചു തരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല.
ഈ റിലേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് വരുന്നതാണ്. നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഉണ്ടാവുകയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഒക്ടോബർ, രേവതി, ലെറ്റർ ടി, ജനുവരി, രോഹിണി, സെപ്റ്റംബർ, ആയില്യം, 1998, മകം, കാർത്തിക, ചോതി, 1996, ലെറ്റർ പി, ലെറ്റർ എസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.